ബിനു കേരളത്തിലെ ഇല്ലിത്തോട്ടിൽ നിന്ന് വരുന്ന ലോകപ്രശസ്തനായ സഞ്ചാരി. എങ്ങനെയോ വഴിതെറ്റി അദ്ദേഹം ന്യൂയോർക്കിൽ വന്നുപെട്ടു. അതൊക്കെ ഒറ്റ സെക്കൻഡ് കാര്യ ചോദിക്കട്ടെ. എനിക്കിപ്പോ പോകേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ തീവണ്ടി ഉണ്ടല്ലോ, അങ്ങനെ ചിക്ക് 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 എന്ന് പോണ തീവണ്ടി, അതിന്റെ സ്ഥലം എവിടെയാ? ഇംഗ്ലീഷ് അറിയില്ല, ഇങ്ങനെ നടക്കേ കന്നാലി. ഭാഗ്യത്തിന് അദ്ദേഹം ആ രാജ്യത്തിന്റെ മാപ്പ് കണ്ടു. അതിൽ റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ചു. അവിടേക്കുള്ള ദൂരവും അളന്നു. ഓ, എന്തുകൊണ്ട് ദൂരേത്? ഇവിടെ നിന്ന് നോക്കിയാ കാണാലോ. പിന്നെന്തോന്നു? ഓ, വടക്ക് നോക്കി എന്താ അത്രേ? തെക്കോട്ടാ തിരിഞ്ഞിരിക്കണേ, ഇങ്ങോട്ടാ തിരിഞ്ഞിരിക്കണ, ഇങ്ങോട്ടാ തിരിയട അങ്ങോട്ട്. ആ, ഇനിയിപ്പൊ ഇങ്ങനെ നോക്കി വടക്കോട്ടാ പോവാം. ആ, അങ്ങനെ അദ്ദേഹം വടക്കു നോക്കി യന്ത്രം നോക്കി ആൾക്കാർക്കിടയിലൂടെ തെക്കോട്ട് യാത്രയായി. എന്തോന്നൊരു ഇളക്കവിടെ. ഇനിയിപ്പോ കേരളത്തിലെ സ്റ്റാഫുകളുടെ പോലെ ഇവിടെ ഇളക്കമുണ്ടോ? എന്തോട്ടെങ്കിലും അവിടെ എന്താ ഈ വടക്ക് നോക്കി യന്ത്രം എന്നെ ഇങ്ങടേക്ക് കൊണ്ടുപോണേ? ഹോട്ടലാണുള്ളത്. എന്നാ പിന്നെ ഒരല്പം ഭക്ഷണം കഴിച്ചിട്ട് കാര്യം. എന്താ പേര്? ബിനു. ബിനു ഇങ്ങോട്ട് ഇരുന്നോളൂ. ഞാനിപ്പൊ കൊണ്ടുവരാവേ. എങ്ങടേക്കാ പോണേ? ദേവസ്യ ക്ലാസ് ഒക്കെ മാറ്റിക്കേ. ഈ തുണിയെ ഇവിടെ ഞാനാ ടൈപ്പിലാട്ടോ കശ്മീരൻ. ഈയുടെ വർത്തനം കേട്ടാ ഞാനാ ടൈപ്പാണ് തോന്നുന്നില്ല, വൃത്തികേട്ടവൻ. മിസ്റ്റർ ബിനു, ഇതാണ് മെനു. സീ ഫുഡിന്റെ ഓർഡറാ, നോക്കി പറഞ്ഞോളൂ. തന്തൂട്ട് തേങ്ങ ഇംഗ്ലീഷ് ആണല്ലോ. ഇത് കടലിലെ എല്ലാ ഫുഡും ഉണ്ട്. അതായത് കക്ക, ഞണ്ട്, കൊഞ്ച്, എല്ലാ ടൈപ്പും ഉണ്ട്. വേറെ എന്തുണ്ടെന്നോ? ഇത്രയൊന്നും പോരെ ഇവന്. നിനക്ക് ഞാൻ തരങ്ങട്ടെ, എങ്ങാണ്ടൊന്നും വന്നിരിക്കുന്ന മാരണം. ഈ ബീച്ച് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാണ് അവൻ അവിടെ ചെല്ലാൻ പറഞ്ഞത്? എന്താ ബീച്ച്? എന്തായാലും ഈ പരിപാടിയൊക്കെ വെറുതെ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് വെക്കാം. കേരളത്തിൽ ചെന്നിട്ട് വല്ല ചാനലുകാർക്ക് പറ്റി കാശാക്കാലോ. അങ്ങനെ ബണ്ണ് എന്റെ അടിയിൽ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. എന്താ കൈ മാറ്റിക്ക, ഗ്ലാസ് അടിക്കളല്ലേ? മിസ്റ്റർ ബിനു, എന്നാ ഫ്രഷ് കക്കയും ഫ്രഷ് കൊഞ്ചും മിണുങ്ങ. ഒരാൾക്ക് കഴിക്കാനേ കുടുംബം വെച്ചാണത്. എന്തൂട്ടത്? എന്റെ പരമ്പര പുണ്യാളായിപ്പൻ എനിക്കിട്ട് പണതാണോ നീ? ഇതെങ്ങനെയാ കഴിക്കാത്? ഇതൊന്ന് ചുറ്റിക്കറങ്ങി വരാൻ തന്നെ ഒരു ദിവസം വേണ്ട. ഞണ്ട കൊഞ്ചാണുള്ളത്. എന്തൂട്ട ഈ കൊഞ്ചി സൂക്ഷിച്ചു നോക്കണത്? പേടിപ്പിക്കരുത്, പേടിപ്പിക്കരുത്. എന്നെ നോക്കി പേടിപ്പിക്കില്ലട്ടോ. ഇതെന്തൊട്ട് കക്കയാണുള്ളത്. കഴിച്ചില്ലേ? അജാ കഴിക്കാം. വേഗം കഴിക്ക. ഇങ്ങനെ വലിച്ചു കുടിച്ചാ മതി. കഴിക്കാട്ടാ. നോക്കിയിരുന്ന സമയം കളയാതെ കഴിക്കാനുള്ളതിന്. എന്തുട്ടി മുളക്കണത്? വെറുതെ അല്ല, ഫ്രഷാന്ന് പറഞ്ഞത്. പുഴയിന്ന് പിടിച്ചിട്ട് നേരെ പ്ലേറ്റിലേക്ക് ആയിട്ടേ തോന്നണു. കഴിക്കാം. എനിക്കിട്ട് പാടും തൊല്ലടാ കന്നാലി. അടിപൊളിയുണ്ടോ? പണിയാണ്. നിനക്ക് ഞാൻ കഴിക്കടാ. നിനക്ക് ദേ കഴിക്കണത് കണ്ടാ? നിന്നെ പണ്ടാറടക്കാനായിട്ട് ദേ കഴിക്കണ കണ്ട? കണ്ട? ഹലോ. അങ്ങനെ അങ്ങനെയല്ല, ഈ തുണിയിലേക്ക് കളക്ട് ചെയ്യാം. മൊത്തം എവിടെ കൊണ്ടുപോയി കളയാതിപ്പോ? ആയിരിക്കുന്ന ബിന്നിന് കുറച്ച് കക്കയോടെ കൊടുക്കും കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഓടാ, നിന്റെ അപ്പനും കൊണ്ടേ കൊടുക്ക്. ഇതിപ്പോ എവിടെ കളയത്? ഇതാണെങ്കിൽ ചാവാത്താറങ്ങണത് നുളക്കിയ. ഇതെവിടെ കളയ? ഈ പെണ്ണുമ്പുളുടെ ബാഗിലേക്കാ തട്ട. തൽക്കാലം ആരും അറിയണ്ട. അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ. ചത്തല്ല, മുളച്ച് പുറത്തു പോവാ. കത്തി താഴെ പോയി എടുത്താണ്. ബിന്നു കക്ക മാത്രമേ കഴിച്ചുള്ളൂ, കൊഞ്ചിനെ കഴിച്ചില്ലേ? കഴിക്കൂ, കഴിക്കടാ. ഇവനാള് കൊള്ളാലോ. മാംസം തിന്നാനുള്ളതിന് തോടുകൂടെ കഴിക്കുന്നു. കൊഞ്ചും കക്കയും നല്ലതാന്ന് തോന്നുന്നു. എന്താ നിനക്ക് വേണോ? ഒരെണ്ണം പറയായിരുന്നു. അത് കഴിച്ചിട്ട് അവന്മാരെ തന്തയ്ക്കും. ഞാൻ അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടിയത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. പോകുന്ന വഴി എനിക്ക് കാണാൻ സാധിച്ചത് കേരളത്തിൽ നിന്നെത്തിയ ഗാനമേളക്കാർ കാശില്ലാതെ വഴിയിൽ പിച്ച തിണ്ടുന്നതാണ്. അവിടെ നിന്നും ഞാൻ ട്രെയിനിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോയി.
ട്രെയിനിൽ വെച്ച് ഞാൻ ഒരു അനാഥ ചെറുക്കനെ പരിചയപ്പെട്ടു. അവനെ ചിരിപ്പിക്കുവാനായി ഞാൻ ഒരുപാട് കോമഡി നമ്പറുകൾ അവന്റെ മുന്നിൽ കാണിച്ചു. എന്തുകൊണ്ടെന്ന് മനസ്സിലായി എനിക്ക്. ഇതൊന്നും കണ്ടിട്ട് അവന് ചിരി വന്നില്ല. അവസാനം അവൻ ഒരു നമ്പർ കാണിച്ചു. അയ്യ അമ്മേ. ഞാൻ കരഞ്ഞുപോയി. ഞങ്ങൾ ട്രെയിനിൽ വെച്ച് സുഹൃത്തുക്കളായി. അവസാനം ട്രെയിൻ ന്യൂയോർക്കിലെ വർക്കല എന്ന റെയിൽവേ സ്റ്റേഷൻ നിർത്തിയപ്പോൾ TTR ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കി. ചേട്ടൻ ഇങ്ങോട്ട് വന്ന് ചേട്ടൻ ടിക്കറ്റ് എടുത്തില്ലേ? എന്തുകൊണ്ടാ നീ ചോദിക്കണേ? ആ ടിക്കറ്റ് വെച്ചിട്ടില്ല ഞാൻ കണ്ണി